Hambadi Kemi. What is your name? My name is Swarnalata Tampurati. Okay. സായിപ്പേ ഇത് പോക്ക നാഴിക ഒരുപാടായിരിക്കണു. പതിവും മുടങ്ങണ്ട, അങ്ങോട്ട് തുടങ്ങിക്കൊള്ളുക. അത്തായ പ്രശ്നക്കാരുണ്ടോ? Water. Yes. കപ്പൽ കയറി വന്നിട്ട് പട്ടിണിയാണെന്ന് പറയാൻ ഇവറ്റകൾക്ക് നാണമില്ലേ? ഇവിടെ ഒന്നും ഇല്ലാന്ന് എങ്ങനെ പറയാ? അയ്യോ, ഇവിടെ ഒന്നും ഇല്ല. തിരുമേനി വീണ്ടും കവർച്ച നടന്നിരിക്കുന്നു. എല്ലാം പോയി തിരുമേനി, എല്ലാം പോയി. എന്ത് വീണ്ടും കവർച്ചയോ? നമ്മുടെ നാട്ടിൽ കവർച്ച കൂടി വരികയാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? തിരുമേനി, നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ണാതെയും ഉറങ്ങാതെയും കാവലിരിപ്പാണ്. അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചാണ് തിരുമേനി ഈ കവർച്ച നടത്തിയത്. എവിടെയാ നമ്മുടെ കാര്യസ്ഥൻ? തിരുമേനി, കാവൽക്കാർ ശക്തമാണ്. പക്ഷെ നമ്മുടെ കുടികളിൽ ഇപ്പോഴും ബന്ധസ്ഥമല്ല. പുറത്തുനിന്ന് ആര് വന്നാലും കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് അകത്ത് കിടക്കാം. നാം ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് യാതൊരു പോംവഴിയും കണ്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ നിലവറയുടെ സുരക്ഷിതമായ ഒരു ഉപായവുമായി ഒരാൾ എത്തിയിട്ടുണ്ട്. കൊണ്ടുവരാൻ പറയാ. എന്താ ഇതിന്റെ നാമം? ഇതിന്റെ നാമമാണ് തിരുമേനി താഴ്. ആ താഴിങ്ങോട്ട് തരിക. ഇതാണ് തിരുമേനി ഈ താഴിന്റെ കോല്. അല്ല, എന്താ ഇതിന്റെ നാമം? ഇതിന് നാമം ഇട്ടിട്ടില്ല തിരുമേനി. ഓഹോ, അങ്ങനെയാണല്ലേ. എങ്കിൽ താ ആ കോൽ. അതെ, തിരുമേനി പറഞ്ഞതാണ് നാമം താക്കോൽ. ഈ താഴും താക്കോലും കൊണ്ട് അങ്ങയുടെ നിലവറ പൂട്ടിയാൽ നിലവറയുടെ നിയന്ത്രണം മുഴുവനും അങ്ങയുടെ കൈവശമായിരിക്കും തിരുമേനി. നീയും നിന്റെ താഴും താക്കോലും എപ്പോഴും ചരിത്രത്തിൽ ഇടനേടും. ഇനി മുതൽ ഈ വസ്തുവായിരിക്കും നമ്മുടെ നിലവറയുടെ കാവൽക്കാരൻ. Chunga Jewelry 5 minutes fun star. Welcome back to Chunga Jewelry 5 minutes fun star. ടീം മാന്ത്രികത്തിന്റെ ചരിത്രം റൗണ്ടാണ് നമ്മൾ കണ്ടത്. ആദ്യമായി നമുക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം. സന്തോഷ്, ബിനു, നന്ദു, സ്മിത അമ്പലപ്പുഴ, സ്മിത, അരുൺ, രജീഷ്, രഞ്ജിത്ത്, സിന്ധു രവി. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ടീം മാന്ത്രികം ചരിത്രം റൗണ്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് തിരഞ്ഞെടുത്തത്? പൂട്ടുണ്ടാക്കലുണ്ടാക്കിയ ചരിത്രം എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തത്. ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ചിന്താഗതിയായി പോയി. അത് എന്തുമാത്രം വെറൈറ്റി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ജഡ്ജസ് പറയട്ടെ. നാഷിക, ഇത് ആരാണ് എൻ്റെ സ്കിറ്റ് എഴുതിയ ആളാരാണ്? ടീം വർക്കായിരുന്നു. ആരാണ്? ടീം വർക്കായിരുന്നു. എല്ലാവരും കൂടി ടീം വർക്കായിരുന്നു. എനിക്ക് ഇപ്പം നിങ്ങളിവിടെ അവതരിപ്പിച്ച സ്കിറ്റിൻ്റെ മൊത്തം നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് പറഞ്ഞു തരുമോ? ആരെങ്കിലും ഒരാൾ അതിനെ മൊത്തം അതിൻ്റെ ഒരു വൺ ലൈൻ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ കഥ മാത്രം ഒന്ന് പറയാം. ആ നമ്പൂതിരിയുടെ തറവാട്ടില് ഏത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷിബു അവതരിപ്പിച്ച നമ്പൂതിരിയുടെ തറവാട്ടിൽ നിലവറയിലെ വസ്തുക്കളെല്ലാം കള്ളന്മാർ മോഷണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിനൊരു ഉപായം വേണമെന്ന രീതിയിലാണ് കണ്ടെത്തുന്നത്. അങ്ങനെ വിളംബരം ചെയ്യുന്നതാണ് ഇത്. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില പാട്ടുകളൊക്കെ ചില ഫ്രണ്ട്സ് പാടുമ്പോൾ നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ഇതിൽ നന്നായിട്ട് നീ ഒന്ന് SMS ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്തതിൻ്റെ കുഴപ്പമൊന്നുണ്ട്, അതായത് സ്പീഡ് കൂടുതലാണ്. തമാശയില്ല, കാര്യമായിട്ട് പറഞ്ഞിട്ട് മനസ്സിലാകണില്ല. നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിങ്ങനെ പോകുന്നുണ്ട്. അവസാനം പറഞ്ഞൊരു കാര്യം മനസ്സിലായി, താഴും താക്കോലും ഇങ്ങനെയാണ് ഉണ്ടായത്. കൂട്ടും താക്കോലും ആ കോല് അതിൽ നിന്നാണ് താക്കോലുണ്ടായത്. അത് മാത്രം എനിക്ക് മനസ്സിലായി. ഓക്കെ, നാഷിക. തെസ്നി ചേച്ചി. മാന്ത്രികൻ ടീം ചേച്ചി, എനിക്ക് ഒന്നും കാര്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഇതന്നെയാണ് അവസ്ഥ. കാരണം നിങ്ങൾ കുറേ കളർഫുള്ളാക്കാൻ നോക്കി, കുറേ ഇപ്പം അതായത് സപ്പോർട്ട് ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. കാരണം സായിപ്പ്, അതേപോലെ ഡാൻസേഴ്സ്, നമ്പൂതിരി, അങ്ങനെ കുറച്ച് കളർഫുൾ സ്റ്റേജ് ഒന്ന് നിറഞ്ഞു നിന്നല്ലാതെ ഇതിലെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഒന്നാമത് പഠിച്ചില്ലായിരുന്നു ആരും. ഇത് റെക്കോർഡിങ് സ്കിറ്റ് ആകുമ്പോൾ നമ്മൾ ലിപ്പ് നോക്കും കറക്റ്റായിട്ട്. കാര്യസ്ഥൻ എത്ര സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തെലുങ്ക് പടം മലയാളത്തിൽ ഡബ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയെ. അല്ല, പലപ്പോഴും നിബു മറന്നു പോയിട്ടുണ്ട്. നിബുവിന്റെ ഡയലോഗ് അവിടെ കിടപ്പുണ്ട്. നിബു വെറുതെ മിണ്ടാണ്ടിട്ട് പിന്നെ അങ്ങോട്ട് നിബു പറയും ഡയലോഗ്. എൻട്രിയും എക്സിറ്റും വരെയൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു ഫുള്ള്. എല്ലാം കൺഫ്യൂഷൻ. നിങ്ങൾ റിഹേഴ്സൽ ഒട്ടും ഉണ്ടായില്ല.
ഒട്ടും ഇല്ലാന്ന്. പിന്നെ അതേപോലെ പൊസിഷൻ നിൽക്കുന്നതും ആരാണ് എവിടെ നിൽക്കേണ്ടത്, ആരെങ്ങോട്ട് നോക്കി പറയണം എന്നും ഒക്കെ കൺഫ്യൂഷൻ, മൊത്തം കൺഫ്യൂഷനായിരുന്നു അവിടെ. നമുക്ക് തന്നെ ഇങ്ങനെ എന്താണ് ഇവർ ആരോടാണ് ഈ ഡയലോഗ് പറയണതെന്ന് തോന്നിപ്പോവും അങ്ങനെ. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ച് കോമ്പറ്റീഷൻ ആകുമ്പം ശരിക്കും പഠിച്ച് ചെയ്യണ്ടേ. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കില്ല എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പൊന്നൂസ്. മാന്ത്രികം. ഒരു മാന്ത്രികം ഉണ്ടായിരുന്നില്ല, കോമഡി ഒട്ടും ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. കോമഡി എന്ന് പറയുന്നത് നമ്മൾ ലൈവ് കളിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാം. റെക്കോർഡ് സ്കിറ്റ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ലിപ്പ് വന്നാലേ അത് ഒന്നുകൂടി എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനൊക്കെ ലൈവും അല്ലാതെയൊക്കെ നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. ഓക്കെ, മാർക്സിലേക്ക് കിടക്കാം. പൊന്നൂസ്. 30-22. 30-22. നാഷിക. നിങ്ങൾ ഏറ്റവും നല്ല സ്കിറ്റുകൾ ചെയ്തിരിക്കുന്ന ഗ്യാങ്ങാണ്. നല്ല ശരിക്കും നമ്മളിവിടെ പൊട്ടിച്ചിരിച്ചു പോയിട്ടുള്ള സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ടീമാണ് അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റിഹേഴ്സലിൻ്റെ ഭയങ്കരമായിട്ടുള്ള കുറവ് ഈ സ്കിറ്റിൽ നിങ്ങൾ ശരിക്കും കണ്ടു. എല്ലാവരും എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ആത്മാർത്ഥത നമ്മൾ കാണിക്കണം. അത് എല്ലാ കലാകാരന്മാരോടും ഏത് തരത്തിലുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പാടാനാണെങ്കിൽ പാടാനായിട്ട്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനാണെങ്കിൽ ഡാൻസ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. നിങ്ങൾ ഒട്ടും ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. 20-30. ടെസ്റ്റിൻ ചേച്ചി. അടുത്ത പ്രാവശ്യം നന്നാക്കില്ലേ? നന്നായി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ല അടിപൊളിയെന്ന് പറയിപ്പിക്കണം കേട്ടോ. അതുകൊണ്ട് 30-21. 30-21. ടോട്ടൽ 63 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-5. ടോട്ടൽ 68 on 100. അപ്പോൾ വരും സ്കിറ്റുകളിൽ ഞങ്ങളെ ഇതുപോലെ വിഷമിപ്പിക്കാതെ സന്തോഷിപ്പിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് നന്നായിട്ട് ചിരിച്ചല്ലോ, സന്തോഷമായില്ലേ? ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ചിരിക്കാനായിട്ട് മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കാണാം. ചുങ്ക ജ്വല്ലറി 5 Minutes Fun Starൽ എല്ലാവർക്കും ഗുഡ് ബൈ. കുഞ്ഞുമോനെ, നീ കരയിലിട്ടു മോനെ, അമ്മ താരാട്ട് പാടി ഉറക്കാം. ഉണ്ണി വാവാമോ പൊന്നുണ്ണി വാവാമോ, ഉണ്ണി വാവാമോ പൊന്നുണ്ണി വാവാമോ. ഊരത്തെരിഞ്ചിക്കിട്ടേ ഓലകം പുരിഞ്ചിക്കിട്ടേ കൺമണി ഏൻ കൺമണി, ஞானம் പുറന്തിരിച്ച് നാലും പുരിഞ്ചിരിച്ച് കൺമണി ഏൻ കൺമണി. നല്ലൊരു ദിവസമല്ലേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. നിക്കടി മോളെ, 5 രൂപയുണ്ട്. ഒരു അർച്ചന നടത്തണം, പിന്നെ ഒരു പുഷ്പാഞ്ജലി, ഒരു ഗണപതി ഹോമം, പിന്നെ ഒരു ശത്രു സംഹാര പൂജയും കൂടി നടത്തണം. ബാക്കി വരുന്ന പൈസക്ക് അമ്പലത്തിലെ കൊടിമരം സ്വർണ്ണവും പൂച്ചി ചുറ്റുമതിലും കൂടി കെട്ടിക്കൊടുക്കാട്ടോ. തൂക്കം പോച്ചിടി അനാർക്കലി അച്ഛാ അച്ഛാ പച്ചക്കിളി, അനാർക്കലി അച്ഛാ അച്ഛാ പച്ചക്കിളി, അമ്മാടി ആത്താടി വന്നതാ നെത്തുരാത്തിരി. കോസ്റ്റ്യൂം കട്സി നാദിർ ഷാ, കിടു, പാളയം, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കട്സി സുബി സുരേഷ്, ഐന, വഴുതക്കാട്, ട്രിവാൻഡ്രം.